അപ്പോൾ കേരളം മൊത്തം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം എന്ന് പറയുന്ന ഒരു സ്കൂളിനെ സംബന്ധിച്ചാണ്. കാരണം എന്ന് പറയുന്നത് ആ സ്കൂളിലെ 2 അധ്യാപികമാർ ചെയ്ത ഒരു പണി എന്ന് പറയുന്നത്, അവർ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ ആണെങ്കിൽ കൂടി അവിടെ പഠിക്കുന്നത് എന്ന് പറയുന്നത് മുസ്ലിങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇതര മതത്തിൽപ്പെട്ട കുട്ടികളും എല്ലാം തന്നെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലേക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. രക്ഷിതാക്കൾക്ക് പേഴ്സണലായിട്ട് ആ അധ്യാപികമാർ ഒരു മെസ്സേജ് അയക്കുകയാണ്. കാരണം അവരാരും ഓണത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനോ അത്തരം ഡ്രസ്സുകൾ ധരിക്കാനോ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ഒരു വർഗീയത പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് പോയോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിലാണ് അവരുടെ ഒരു മെസ്സേജ് പോയത്. തീർച്ചയായിട്ടും അത് നമ്മൾ കേരളത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എല്ലാ മതങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്ന മണ്ണ്. പക്ഷേ ഇവിടെ അത്തരം കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയില്ല. അത്തരം ഒരു കാര്യം ഏത് അധ്യാപകന്മാർ ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. കാരണം സ്കൂൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും വന്ന് പഠിക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാവിധ ആഘോഷങ്ങൾക്കും ഒരേ പ്രാധാന്യത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ്. അവിടെ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും നമ്മളിപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും അതുപോലെ തന്നെ ബക്രീദ് ആയാലും എല്ലാം തന്നെ ഒരുപോലെ ആഘോഷിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് അധ്യാപികമാർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് നമ്മുടെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ആ ഒരു ഉദ്ദേശിച്ച കാര്യം എന്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മതപരമായ കാര്യങ്ങളിൽ നമ്മൾ മുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ട എന്ന രീതിയിലാണ്. പക്ഷേ അത് പറഞ്ഞു വന്നപ്പോൾ വേറെ ഒരു രീതിയിലായിപ്പോയി എന്നുള്ളതാണ് സത്യം. നമുക്ക് ആദ്യമായിട്ട് ആ അധ്യാപിക എന്താണ് വോയിസ് മെസ്സേജ് അയച്ചത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പോൾ അധ്യാപിക പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഹിന്ദുക്കളുടെ വേഷങ്ങൾ ധരിക്കാനോ അത്തരം ആചാരങ്ങളിൽ പങ്കെടുക്കാനോ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും 100% അങ്ങനെ ഒരു മെസ്സേജ് ആ അധ്യാപികമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ ഏകദേശം 207 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത്. ഇത് തൃശ്ശൂർ കടവല്ലൂരിലുള്ള ഒരു സ്കൂൾ തന്നെയാണ്. കൂടുതലും മുസ്ലിം കുട്ടികൾ തന്നെയാണ് അവിടെ പഠിക്കുന്നത്. ഏകദേശം ഒരു സംഖ്യ എടുത്ത് പറയുകയാണെങ്കിൽ 207 കുട്ടികളിൽ 15 കുട്ടികൾ മാത്രമാണ് ഇതര മതസ്ഥയിൽപ്പെട്ട ആൾക്കാർ സ്കൂൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി ഭൂരിഭാഗം ആൾക്കാർ മുസ്ലിം കുട്ടികളാണ്. ആ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അധ്യാപിക പേഴ്സണലായിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ മെസ്സേജ് കേട്ടാൽ പേഴ്സണലാണ് എന്ന് നമുക്ക് തോന്നുകയുമില്ല. ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടതുപോലെ തന്നെയാണ് നമുക്ക് ആ മെസ്സേജ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും ഇത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ തെറ്റിനെ മറയാക്കിക്കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇസ്ലാമിനെ മൊത്തം അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അത്തരം വർഗീയത പറയുന്ന ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ അത്തരപ്പെട്ട ഒരു മതമോ അതിനെ എന്താണ് ഇസ്ലാമിന്റെ വിവക്ഷയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാസർ ഫൈസി കൂടത്തായി വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് നാസർ ഫൈസി കൂടത്തായി എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമായിട്ടൊന്ന് നിങ്ങൾ കേട്ടാൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. നമുക്കതൊന്ന് കേൾക്കാം. അല്ലേ, ഓണം മാത്രമല്ല, പെരുന്നാളായിരുന്നാലും വിഷു ആയിരുന്നാലും അതുപോലെ ക്രിസ്മസ് ആയിരുന്നാലും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇന്ന് കാണുന്ന ആഘോഷ പരിപാടികളൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും സൗഹൃദത്തിന് വേണ്ടി ആഘോഷിക്കപ്പെടുന്ന പല തരങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ മതവിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് അത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടുന്നുമുണ്ട്. പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബക്രീദ് ആയിരുന്നാലും മറ്റ് ഇസ്ലാം മത വിശ്വാസപ്രകാരം മുസ്ലിമീങ്ങൾ അത് അവരുടെ വിശ്വാസപ്രകാരം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആരാധനയുടെയും ഭാഗമായിക്കൊണ്ട് തുടരുമ്പോഴും ഇതര മതസ്ഥരുമായിക്കൊണ്ട് സൗഹൃദം പുലർത്താനും മതസ്ഥ മുസ്ലിമീങ്ങളുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനും ഇഫ്താർ പോലുള്ള വേദികളിൽ ഇഫ്താറിൽ പങ്കെടുക്കാനൊക്കെ നോമ്പ് തുറയുടെ സമയത്തൊക്കെ വരുന്നതും ഒക്കെ സൗഹൃദപരമായിക്കൊണ്ട് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ മാറാറുണ്ട്. എന്ന പോലെ തന്നെ ക്രിസ്മസ് ആയിരുന്നാലും ഓണമായിരുന്നാലും വിഷു ആയിരുന്നാലും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളുടെയോ ഐതിഹ്യങ്ങളുടെയോ തലങ്ങളിൽ നിന്നുകൊണ്ട് അവർ ആഘോഷിക്കപ്പെടുമ്പോഴും അവരുടെ ആഘോഷ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ തന്നെ ആഘോഷങ്ങൾ
ിലും അവരുടെ സൗഹൃദപരമായ വിരുന്നുകളിലും ഒക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് മതം ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ആരാധന കർമ്മങ്ങളിലോ പങ്കുചേരാൻ ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല മറ്റു മതസ്ഥർക്കും അത് സാധ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹിന്ദു വിശ്വാസം പുലർത്തിക്കൊണ്ട് മുസ്ലിമുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാകുന്ന ഇസ്ലാമിന്റെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അവരുടെ ആഘോഷങ്ങൾ മുസ്ലിമുകളുമായി കൊണ്ട് മിങ്കിളാവാനും മുസ്ലിങ്ങളുമായി കൊണ്ട് അവരുടെ ആരാധനകളിൽ ചേരാനോ ഹൈന്ദവ മതവിശ്വാസികളും തയ്യാറല്ല. എന്നാൽ പോലും മുസ്ലിമുകളുടെ ആഘോഷങ്ങളിൽ പൊതുവായി ഒരു ബഹുസ്വര സമൂഹത്തിൽ ആഘോഷിക്കപ്പെടുന്നവ അവർ പങ്കുചേരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന പോലെ തന്നെ ക്രിസ്മസിനായിരുന്നാലും ഓണത്തിനായിരുന്നാലും എത്രമേൽ സൗഹൃദപരമായി മാനവികരെ ഉയർത്തിപ്പിടിക്കുന്ന പരിധികൾ എത്രയുണ്ടോ അതേതറ്റം വരെയും പോയിക്കൊണ്ട് ആ മാനവിക സൗഹൃദപരമായ വിരുന്നുകളുടെയും സൽക്കാരങ്ങളുടെയും സൗഹൃദങ്ങളുടെയും തലങ്ങളിൽ നിന്ന് അത് പരസ്പരം സൗഹൃദത്തിൽ കൂടെ മാറാം. അപ്പോൾ വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മതപരമായ കാര്യങ്ങൾ പങ്കെടുക്കുന്നതിന് മാത്രമേ നമ്മുടെ അത് ഇസ്ലാം എന്നല്ല മറ്റേത് മതവിഭാഗമായാലും മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളിലോ ചടങ്ങിലോ പങ്കെടുക്കുന്നതിനെ വിലക്കും, അത് സ്വാഭാവികമാണ്. അല്ലാതെ നമ്മൾ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവിടെ സർവ്വമത പരിപാടികളിലും മുസ്ലിങ്ങൾ ഓണത്തിലും അതുപോലെ തന്നെ ക്രിസ്മസിലും പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദുക്കളായാലും മറ്റ് ബക്രീദിലും മറ്റ് പരിപാടികളും എല്ലാം തന്നെ കൈകോർത്ത് വലിയ സഹോദര്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ മതവിശ്വാസം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മറ്റു മതത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് യാതൊരുവിധ വിലക്കും ഇസ്ലാം എന്ന് പറയുന്ന മതം വെച്ച് പുലർത്തുന്നില്ല. യാതൊരു അടിസ്ഥാനരഹിതമായ ചിന്തകൾക്കും ഊന്നൽ കൊടുക്കാതെ അദ്ദേഹം വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ തീവ്രവാദത്തിനെയും വർഗീയവാദത്തിനെയും എല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ട് ആ രണ്ട് അധ്യാപികമാർക്കെതിരെ വളരെ മോശകരമായ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ മ്ലേച്ഛകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കായാലും വാട്സപ്പിലായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആ സ്ത്രീകളോ അല്ലെങ്കിൽ അധ്യാപികമാരോ ചെയ്ത കാര്യത്തിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. 100% അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവർ പറയുന്നത് നാസർ കൂടത്തായി പറഞ്ഞതുപോലെയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയണമെങ്കിലും അത് വ്യക്തിപരമായിട്ടുള്ള പറച്ചിലായി പോകണം. അല്ലാതെ ഒരു സ്കൂളിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലേക്കോ കൂടുതൽ മുസ്ലിങ്ങളാണ് ഉള്ളത് എന്നതിനാൽ ഇങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. എന്നാൽ സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് ഇത് അവർ പേഴ്സണലായിട്ട് സ്കൂളിൻ്റെ യാതൊരുവിധ അനുമതിയോട് കൂടിയും അല്ല അവർ ഇത്തരം ഒരു പരിപാടി ചെയ്തത് എന്നുള്ളതാണ്. അവർ വ്യക്തിപരമായി ചെയ്ത ഒരു കാര്യത്തിന് ഇപ്പോൾ സ്കൂൾ മറുപടി പറയേണ്ട ഒരു ബാധ്യത അവർക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ DYFI ഇപ്പോൾ അവിടുത്തെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ ഇവർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇതിൽ മാപ്പ് പറയുകയും ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്താണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച എന്ന് അബ്ദുൽ മജീദ് പറയുന്നത്, നമുക്കതൊന്ന് കേൾക്കാം. ഇത് ഗ്രൂപ്പിലിട്ടതല്ല, ആക്ച്വലി ഇത് പേഴ്സണലായിട്ട് 1-2 രക്ഷിതാക്കൾക്ക് അയച്ചു കൊടുത്തൊരു സന്ദേശം. അത് വ്യക്തിപരമായിട്ട് രക്ഷിതാക്കളിൽ നിന്നും അവർ ഷെയർ ചെയ്ത് പോയതാണ്. ഗ്രൂപ്പിൽ നമ്മൾ ഒഫീഷ്യലി ഓണം സെലിബ്രേഷൻ നേരത്തെ തീരുമാനിച്ചു. PTA കൂടി ഓണം സെലിബ്രേഷൻ 28-ാം തീയതി നടത്താനും വിപുലമായിട്ട് നടത്താനും തീരുമാനിച്ചു. പൂക്കള മത്സരങ്ങളടക്കം സ്റ്റാർട്ട് ചെയ്തതാണ് ഓണസദ്യ. ശ്രീ അബ്ദുൾ മജീദ്, ഒരു സംശയം, ഞാൻ ആ വോയിസ് ഒന്നുകൂടെ കേൾക്കുകയായിരുന്നു. അത് ഞങ്ങൾ കേട്ടതാണ് ഓൾറെഡി. ഡിയർ പാരന്റ്സ് എന്നാണ്, അല്ലാതെ വ്യക്തിപരമായ ആർക്കെങ്കിലും അയച്ചതാണെന്ന് തോന്നുന്നില്ല. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരുപാട് പേർക്ക് ഒരേ സമയം എത്തിക്കാനാണ്. ഗ്രൂപ്പിലിട്ടില്ല. ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഒന്നിച്ച് അയക്കണമെങ്കിൽ എളുപ്പ വഴി സ്വീകരിക്കുന്നതാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്. അതിനർത്ഥം അത് പേഴ്സണൽ മെസ്സേജ് ആണെന്നല്ല, അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനുള്ള സന്ദേശമാണ്. അങ്ങനെ നിങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെയാണോ ഇങ്ങനെ ഒരു സന്ദേശം ആ അധ്യാപിക, ഒരു അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപിക എന്ന് പറയുമ്പോൾ എനിക്കറിയാം, താങ്കൾക്കും അറിയാം എത്രത്തോളം ഒരു അവകാശമൊക്കെ അവർക്ക് എടുക്കാൻ കഴിയും, ഇങ്ങനെ ഒരു കാര്യത്തിൽ അധികാരം എടുക്കാൻ കഴിയുമെന്ന് എനിക്കും താങ്കൾക്കും അറിയാലോ. അപ്പോ താങ്കളുടെയോ മാനേജ്മെന്റിന്റെയോ അറിവോ സമ്മതമോ ഇല്ലായിരുന്നു ഈ കാര്യത്തിൽ? അതെ 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 അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളൊരു അധികാരം ആർക്കും കൊടുത്ത ആ വോയിസ് വന്നപ്പോ തന്നെ നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിക്കും. എന്ത് നിരുത്തരവാദിത്വ നടപടിയാണെന്ന് മാനേജ്മെന്റ് അത് തീരുമാനിക്കും. അവർക്ക് വേണ്ട അവരോട് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. തീരുമാനപ്രകാരം ആ അധ്യാപിക ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അതെ
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൾ വ്യക്തമായി പറയുകയാണ്, മാനേജ്മെന്റിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഈ 2 പേർക്കെതിരെയും, മെസ്സേജ് അയച്ച 2 പേർക്കെതിരെയും സ്കൂൾ ഇപ്പോൾ തന്നെ ഓൾറെഡി നടപടി എടുത്തിരിക്കുകയാണ്. അവർക്ക് നോട്ടീസ് എടുത്തിട്ടുണ്ട്. അവർക്ക് സസ്പെൻഷൻ നടപടിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അവരെ സ്കൂളിൽ നിന്ന് ഇനി തുടർന്ന് അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പരാതിമേൽ കുന്നംകുളം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്, ആ സ്കൂളിൽ ഏകദേശം 207 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഭൂരിഭാഗവും മുസ്ലിം കുട്ടികളാണ് പഠിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ആയിരിക്കണം, അത്തരമൊരു സ്വാതന്ത്ര്യം മുൻകൂട്ടി എടുത്തുകൊണ്ടായിരിക്കണം ഇത്തരം സ്ത്രീകൾ തീർച്ചയായിട്ടും അത്തരമൊരു മെസ്സേജ് അയച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിലും മാനേജ്മെന്റ് സമ്മതത്തോടു കൂടി അല്ലാതെ അവർ അയച്ച മെസ്സേജിന് തീർച്ചയായിട്ടും അവർ പേഴ്സണലായിട്ട് മറുപടി പറയേണ്ടതായിട്ട് വരും. അത്തരം നടപടികളുമായി മാനേജ്മെന്റും മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആയാലും ഇവിടുത്തെ നിയമമായാലും അതിന് എന്താണോ അവർ അർഹിക്കുന്ന ശിക്ഷ തീർച്ചയായിട്ടും അത് അവർക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം നമ്മുടെ മുസ്ലിം കുട്ടികൾ ഇന്ന് വെറും മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ മാത്രമല്ല പഠിക്കുന്നത്. ഹിന്ദുക്കൾ മാനേജ്മെന്റ് കീഴിലായാലും നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലായാലും സർവ്വ മതങ്ങളും ഒരേപോലെ എല്ലാ പരിപാടികളും എല്ലാ സ്കൂളുകളും നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓണത്തിന്റെ പരിപാടിയായാലും പൂക്കളമായാലും അതുപോലെ തന്നെ മറ്റു പരിപാടികളെല്ലാം നടത്തുന്നുണ്ട്. പിന്നെ നമ്മളെ മതത്തിന് ഇതൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ 100% നിങ്ങൾ ഇത് ചെയ്തേ മതിയാവുമെന്ന് ഒരു സ്കൂൾ മാനേജ്മെന്റും ആരോടും അങ്ങോട്ട് വന്നിട്ട് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്തരം പരിപാടികൾ പങ്കെടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പങ്കെടുക്കരുത് എന്ന് നിർദ്ദേശിക്കാൻ ഒരു ടീച്ചർക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ ടീച്ചർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വാക്കാണ്. അധ്യാപകന്മാർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജാതിയോ മതമോ ഭേദമോ അതൊന്നും പാടില്ല. കാരണം പല കുട്ടികൾ വരുന്ന സ്കൂളിൽ എന്ന് പറയുമ്പോൾ അവരോട് എല്ലാവരോടും നമുക്ക് നമ്മളെ കുട്ടികളായിട്ട് അവളെ കണ്ട് വളർത്താനും അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും അവരുടെ ആഘോഷങ്ങളായാലും അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാനും അത് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ പണയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മളെ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പരിപാടികൾ കാണുന്നതിനോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോ ഇസ്ലാം മതവിശ്വാസത്തിൽ യാതൊരു അയിത്തവും കൽപ്പിക്കുന്നില്ല എന്ന് നാസർ ഉവൈസി സമസ്തയ്ക്ക് വേണ്ടി ഇന്ന് ചർച്ചയിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടു കാണും. അത് തന്നെയാണ് ഈ മാനേജ്മെന്റിന്റെയും നിലപാട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാശ്ചിത്യം. തീർച്ചയായും അത് തന്നെയാണ് മാനേജ്മെന്റ് മുന്നോട്ട് വന്ന് പറയുന്നത്. അവർക്കതിൽ ഖേദമുണ്ട്. അവർ അത് അവിടെ പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ആ 2 സ്ത്രീകൾക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ അത് ഡിസ്മിസിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. 2 ആൾ ചെയ്ത കുറ്റത്തിന് ഒരു മതത്തെയോ ഒരു സമുദായത്തെയോ മൊത്തത്തിൽ കുറ്റം പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് മാത്രമാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.